ഇപ്പോഴാ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ ചീഫ് എഞ്ചിനീയർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അതേസമയത്ത് തന്നെ പുറത്ത് വലിയ പ്രതിഷേധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ചത്ത മീനുകളെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കർഷകർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനൊരു ഓഫീസ് അവിടെ എന്നുള്ള ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാതെ വലിയ നഷ്ടമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, മീനുകൾ കൂട്ടത്തോടെ ചത്തുപോകുന്നു. അതിനപ്പുറത്തേക്ക് വലിയ ജീവൻ പ്രശ്നമാണ്. പെരിയാറിലാകെ നദിയുടെ വെള്ളത്തിന്റെ കളറ് മാറിയിട്ടുണ്ട്, ദുർഗന്ധം ഉണ്ടാകുന്നുണ്ട്. അത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ആദ്യ തവണയല്ല ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്യാം, ഏറ്റവും പുതിയ വിവരങ്ങൾ. പക്ഷേ നിലവിൽ ഈ ചീഫ് എഞ്ചിനീയറെ പറഞ്ഞുവെങ്കിലും പുറകുവശത്തോടെ അദ്ദേഹത്തെ കയറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അദ്ദേഹം ചീഫ് എഞ്ചിനീയർ എത്തിയിട്ടുണ്ട്. ചീഫ് എഞ്ചിനീയറെ ഇപ്പോൾ നിലവിൽ DCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ എറണാകുളത്തിന്റെ MLA കൂടിയായിട്ടുള്ള TJ വിനോദ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നിലവിൽ ചീഫ് എഞ്ചിനീയറുമായിട്ട് സംസാരിക്കുകയാണ്. പുറത്ത് പ്രതിഷേധം തുടരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവർ ആദ്യം ഉന്നയിച്ചതുപോലെ ചീഫ് എഞ്ചിനീയർ എത്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ചാൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. പുറത്ത് പ്രതിഷേധവുമായി എത്തിയത് AIVS പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നിലവിൽ പരിസ്ഥിതി പ്രവർത്തകർ, മറ്റ് ഈ പെരിയാർ സംരക്ഷണ സമിതി അടക്കമുള്ളവർ പുറത്ത് പ്രതിഷേധവുമായിട്ട് അവരാണ് ഈ ചത്തുപൊങ്ങിയ മീനുകൾ ഓഫീസിനകത്തേക്ക് വലിച്ചെറിഞ്ഞത്. അതിന് പിന്നാലെ പോലീസ് അത് തടയാൻ ഏറെ പണിപ്പെട്ടുവെങ്കിലും അത് നടന്നില്ല. ഓഫീസിനകത്തേക്ക് ഈ ചത്ത മീനുകൾ വലിച്ചെറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ ഈ ചീഫ് എഞ്ചിനീയർ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നടന്ന് ഓഫീസിനകത്തേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. അത് പോലീസ് സമ്മതിച്ചില്ല. അങ്ങനെയാണ് ചീഫ് എഞ്ചിനീയറെ അതിനെ തന്നെ പറഞ്ഞു വിടുകയും തുടർന്ന് അദ്ദേഹം പുറകുവശത്തുകൂടി എത്തുകയായിരുന്നു. നിലവിലിപ്പോൾ അകത്തെത്തി ചീഫ് എഞ്ചിനീയറുമായി ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്.